എക്കാലത്തും ചരിത്രം എന്നത് വരേണ്യരുടെ ചരിത്രം മാത്രമായിരുന്നു. ചരിത്രരചന പല ഘട്ടങ്ങളിലും ഭരണകേന്ദ്രീകൃതമായിരുന്നു. അതാകട്ടെ വരേണ്യരെയും അധികാര മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ജനകീയമായതും അടിത്തട്ടിൽ നിന്ന് ഉയരുന്നതുമായ അനുഭവങ്ങളെയും പാഠങ്ങളെയും അവ പുറന്തള്ളുകയും നിരസിക്കുകയും ചെയ്തു പോരുന്നു. ദേശരാഷ്ട്രഘടനയിൽ വരേണ്യർ അല്ലെങ്കിൽ കുലീനർ അടിത്തട്ടിലെ ശ്രമങ്ങളെ മൂടിവയ്ക്കാനാണ് എപ്പോഴും ശ്രമിച്ചിരുന്നത്. 1960കളിൽ സാമൂഹ്യ രചയിതാക്കൾ ഈ സമീപനത്തെ പുനഃപരിശോധിക്കുകയുണ്ടായി. അടിത്തട്ടിൽ നിന്ന് എന്ന ആശയം അവർ വികസിപ്പിച്ചെടുത്തു. E.P. തോംസൺ, റെയ്മണ്ട് വില്യംസ്, എറിക് ഹോബ്സ്ബാം, എറിക് സ്റ്റോക്ക് എന്നിവർ അടിത്തട്ടിൽ അവഗണിക്കപ്പെട്ട നിരവധി പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. അടിയിൽ നിന്നുള്ള ചരിത്രം, ജനങ്ങളിൽ നിന്നുള്ള ചരിത്രം, ചരിത്രത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടവരുടെ ചരിത്രം എന്നീ നിലകളിലാണ് കീഴാള ചരിത്രരചന ആരംഭിക്കുന്നത്. ഫ്രാൻസ് ഫാനൻ, എഡ്വേർഡ് സെയ്ദ് തുടങ്ങിയ കോളനി അനന്തര സൈദ്ധാന്തികരുടെയും ഫുക്കോ, ദെറിദ തുടങ്ങിയവരുടെ സമീപനങ്ങളും കീഴാള പഠനങ്ങൾക്ക് മാർഗനിർദ്ദേശമായിട്ടുണ്ട്. ഇന്ന് ചരിത്രം, രാഷ്ട്രതന്ത്രം, നരവംശ പഠനം, സാമൂഹിക ശാസ്ത്രം, സാമൂഹ്യ വിമർശന പഠനങ്ങൾ, സാംസ്കാരിക പഠനങ്ങൾ തുടങ്ങിയവയിൽ പ്രാധാന്യത്തോടെ വിശകലനം ചെയ്യപ്പെടുന്ന ഒരു അക്കാദമിക ദർശനം എന്ന നിലയിൽ കീഴാള പഠനം വികസിച്ചിരുന്നു. തെക്കൻ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കോളനി ജനവിഭാഗത്തെ പരാമർശിക്കുന്നതിനായി 1970കൾ ഈ സംജ്ഞ ഉപയോഗിച്ചു തുടങ്ങി. ഇംഗ്ലണ്ടിൽ മധ്യപൂർവ്വ കാലഘട്ടത്തിൽ കർഷകരെയും സാമന്തന്മാരെയും വിളിച്ചു വന്നിരുന്ന പദമായിരുന്നു ഇത്. മിലിട്ടറിയിലെ ലോവർ റാങ്കുകളിലുള്ളവരെയും ഈ പേരിൽ പരാമർശിച്ചിരുന്നു. അസംഘടിത കർഷകർ, ആദിവാസികൾ, ദ്രാവിഡർ, ഭൂരഹിതർ, നാടോടികൾ, ജിപ്സികൾ, തൊഴിലാളികൾ, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരെല്ലാം ഇന്ന് കീഴാള വിഭാഗത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പരമ്പരാഗത കൊളോണിയൽ ദേശീയവാദ ആഖ്യാനങ്ങൾ വെല്ലുവിളിക്കുന്നതിനും പുനർവിചിന്തനം ചെയ്യുന്നതിനുമായി 1980കളിൽ ഇന്ത്യയിൽ ചരിത്രപരവും സാമൂഹികമായ ഈ ഗവേഷണ മേഖല വികാസം പ്രാപിച്ചു. 1982ൽ പ്രസിദ്ധീകരണം ആരംഭിച്ച സബാൾട്ടൺ സ്റ്റഡീസ്, റൈറ്റിംഗ്സ് ഓൺ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി എന്ന തലക്കെട്ടിൽ എഡിറ്റ് ചെയ്ത വാല്യങ്ങളുടെ ഒരു പരമ്പരയിലൂടെ ഈ പ്രസ്ഥാനത്തിന് പ്രാധാന്യം ലഭിച്ചു. രണജിത് ഗുഹ, പാർത്ഥ ചാറ്റർജി, ദീപേഷ് ചക്രവർത്തി, ഗായത്രി ചക്രവർത്തി സ്പിവാക് എന്നിവരും ഈ വാല്യങ്ങൾ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർ ഉൾപ്പെടുന്നു. കോളനിയാനന്തര പഠനങ്ങളുടെ ഭാഗം എന്ന നിലയിൽ കീഴാള പഠനത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു. കോളനിവൽകൃത പ്രദേശങ്ങളുടെ ചരിത്രത്തെ കൊളോണിയൽ ശക്തികളുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി കോളനീകരിക്കപ്പെട്ടവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വിലയിരുത്താനുള്ള ശ്രമമാണ് കീഴാളപക്ഷ നിലപാട്. സബാൾട്ടൻ പഠനങ്ങൾ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, മറ്റടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ തുടങ്ങിയ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ശബ്ദം നൽകുന്നതിന് ലക്ഷ്യമിടുന്നു. അവരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പലപ്പോഴും അവഗണിക്കപ്പെടുകയോ മുഖ്യധാര ചരിത്ര വിവരണങ്ങൾ തെറ്റായി അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്തു വന്നത്. ഈ വിഭാഗങ്ങളുടെ ചരിത്രം വീണ്ടെടുക്കുവാനും ചരിത്ര പ്രക്രിയയിൽ പ്രത്യേകിച്ച് കൊളോണിയൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അവരുടെ പങ്ക് ഉയർത്തിക്കാട്ടാനും കീഴാള പഠന പണ്ഡിതന്മാർ ശ്രമിച്ചു. കീഴാള വർഗ്ഗങ്ങളെ ദേശീയവാദത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ചരിത്രത്തിൽ എഴുതി ചേർക്കുക, അതിലൂടെ ചരിത്രരചനയിലുള്ള സകല വരേണ്യ പക്ഷപാതങ്ങളെയും എതിരിടുക എന്നതാണ് കീഴാള പഠനങ്ങളുടെ മുഖ്യ ലക്ഷ്യം. കീഴാളതയെ നിർമ്മിച്ച സാമൂഹ്യ പ്രക്രിയകളെ അപഗ്രഥന വിധേയമാക്കുക എന്നതിലേക്കും പ്രതിനിധാന വിമർശനത്തിലേക്കും കീഴാള ചരിത്ര പഠനങ്ങൾ പരിണമിക്കുന്നു. മഹത്തായ സാർവലൗകിക സാഹിത്യം എന്ന യൂറോ കേന്ദ്രിത മൂല്യബോധത്തെ മാറ്റിപ്പണിയുക, സ്വത്വത്തെ ഏകരൂപമായി കാണുന്നതിന് പകരം നിരവധി ശിഥിലീകൃത സ്വത്വങ്ങളുടെ ആകെത്തുകയായി കാണുക തുടങ്ങിയവ കീഴാളപക്ഷ ചിന്തകളുമായി ബന്ധപ്പെട്ട നിലപാടുകളാണ്. ആദ്യമായി സംസാരിക്കുന്നത് രണജിത് ഗുഹയെ പറ്റിയാണ്. പ്രമുഖ ചരിത്രകാരനും കീഴാള പഠന പദ്ധതിയുടെ സ്ഥാപകരിൽ ഒരാളുമായ രണജിത് ഗുഹ തൻ്റെ കൃതികളിൽ സബാൾട്ടേണിറ്റി എന്ന ആശയം വിപുലമായി വിശകലനം ചെയ്തു. പ്രബലമായ അധികാര ഘടനകളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ അടിച്ചമർത്തപ്പെട്ടവരോ ആയവരെയാണ് ഗുഹ സബാൾട്ടൺ എന്ന് നിർവചിക്കുന്നത്. മുഖ്യധാര ചരിത്ര വിവരണങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കർഷകരും തൊഴിലാളികളും മറ്റു വിഭാഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. കീഴാള വിഭാഗങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് ചരിത്രം എഴുതാൻ ഗുഹ വാദിച്ചു. അവരുടെ പ്രാതിനിധ്യത്തിനും വ്യവഹാരത്തിനും ഊന്നൽ നൽകി. പരമ്പരാഗത ചരിത്രരചനയെ അതിൻ്റെ വരേണ്യ പക്ഷപാതത്തിൻ്റെ പേരിൽ അദ്ദേഹം വിമർശിക്കുകയും അടിച്ചമർത്തപ്പെട്ടവരുടെ സംഭാവനകളെയും അനുഭവങ്ങളെ അംഗീകരിക്കുന്ന കൂടുതൽ വിശാലമായ സമീപനത്തിന് ആഹ്വാനം നടത്തുകയും ചെയ്തു. ചരിത്ര പ്രക്രിയയിൽ കീഴാളരുടെ പങ്ക് അവഗണിച്ചതിന് കൊളോണിയൽ ദേശീയവാദ ചരിത്രരചനകളെ ഗുഹ വിമർശിച്ചു. കൊളോണിയൽ ഭരണാധികാരികളും ദേശീയ നേതാക്കളും ഒരുപോലെ വരേണ്യവർഗത്തിൻ്റെ വീക്ഷണകോണിൽ നിന്നാണ് പലപ്പോഴും ചരിത്രത്തെ ചിത്രീകരിക്കുന്നതെന്ന് അദ്ദേഹം വാദിച്ചു. സബാൾട്ടൺ സംഘങ്ങൾ പ്രദർശിപ്പിച്ച ചെറുത്തുനിൽപ്പിൻ്റെയും കലാപത്തിൻ്റെയും രൂപങ്ങൾ ഗുഹ ഉയർത്തിക്കാണിച്ചു.
ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുഖ്യധാര ചരിത്രകാരന്മാർ പലപ്പോഴും അവഗണിക്കുകയോ തെറ്റായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. അവർ അവരുടെ പ്രാധാന്യം തിരിച്ചറിയുവാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്ന് ഗുഹ വാദിച്ചു. ഗുഹയുടെ പ്രധാന സംഭാവനകളിലൊന്ന് സബാൾട്ടൻ വിഭാഗങ്ങളുടെ കർത്തൃത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ്. സബാൾട്ടനുകൾ അടിച്ചമർത്തലിൻ്റെ നിഷ്ക്രിയ ഇരകളല്ലെന്നും അവർ ചെറുത്തുനിൽപ്പിലൂടെയും സംവാദങ്ങളിലൂടെയും സ്വന്തം ചരിത്രത്തെ സജീവമായി രൂപപ്പെടുത്തുമെന്ന് അദ്ദേഹം വാദിച്ചു. ഗുഹയുടെ സൃഷ്ടികൾ ചരിത്രം, സാമൂഹ്യശാസ്ത്രം, നരവംശശാസ്ത്രം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട് കീഴാള പഠനത്തിൻ്റെ മേഖല വിശാലവും സൂക്ഷ്മവുമാക്കി. സബാൾട്ടനിറ്റിയെക്കുറിച്ചുള്ള രണജിത് ഗുഹയുടെ വീക്ഷണങ്ങൾ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾ കാര്യമായ സ്വാധീനം ചെലുത്തുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട വീക്ഷണങ്ങളിൽ നിന്ന് ചരിത്രത്തെ പുനഃപരിശോധിക്കാൻ വിവിധ വിഷയങ്ങളുള്ള പണ്ഡിതന്മാരെ സ്വാധീനിക്കുകയും ചെയ്തു. രണ്ടാമതായി ഷാഹിദ് അമീനെ പറ്റിയാണ്. പ്രമുഖ അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തനവുമായിരുന്ന ഷാഹിദ് അമീൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി അധ്യാപകനായിരുന്നു. സബാൾട്ടൺ സ്റ്റഡീസ് കളക്റ്റീവിൻ്റെ സ്ഥാപക അംഗമായ പ്രൊഫസർ അമീൻ സ്റ്റാൻഫോർഡ് ഹ്യൂമാനിറ്റീസ് സെൻറ്റർ, ഷെൽബി കല്ലോം ഡേവിസ് സെൻറ്റർ, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, ബെർലിനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്നിവിടങ്ങളിലെ ഫെലോയും ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറുമാണ്. ഇവൻ്റ്, മെറ്റാഫോർ, മെമ്മറി, ചൗരി ചൗര എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. കൊളോണിയൽ ഭരണത്തിനെതിരായ ദൈനംദിന ചെറുത്തുനിൽപ്പുകൾ പരിശോധിക്കുന്നതിലും ചരിത്ര സംഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും കീഴാള ഗ്രൂപ്പുകളുടെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതിലും അദ്ദേഹം തൻ്റേതായ രീതിയിൽ സംഭാവന നൽകിയിട്ടുണ്ട്. മൂന്നാമതായി ദീപേഷ് ചക്രവർത്തിയുടെ സംഭാവനകളാണ്. സബാൾട്ടൺ സ്റ്റഡീസ് മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ദീപേഷ് ചക്രവർത്തി. സബാൾട്ടേണിറ്റിയെക്കുറിച്ചുള്ള രണജിത് ഗുഹയുടെ വീക്ഷണങ്ങൾ ദീപേഷ് ചക്രവർത്തിയുടെ നിലപാടുകൾ സ്വാധീനിച്ചിട്ടുണ്ട്. ചക്രവർത്തിയുടെ കൃതികൾ യൂറോസെൻട്രിക് ചരിത്ര വിവരണങ്ങളെ പുനർനിർമ്മിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊവിഷ്യലൈസിംഗ് യൂറോപ്പ് എന്ന ശ്രദ്ധേയമായ കൃതിയിൽ പാശ്ചാത്യേതര സമൂഹങ്ങളുടെ വൈവിധ്യവും ബഹുസ്വരവുമായ ചരിത്രങ്ങളെ തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വാദിക്കുന്നു. കീഴാള ശബ്ദങ്ങളെ പലപ്പോഴും പാർശ്വവൽക്കരിക്കുന്ന പ്രബലമായ ചരിത്രരചനയെ അദ്ദേഹം വിമർശിക്കുകയും പകരം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അനുഭവങ്ങളും സംഭാവനകളും ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രരചനയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു. തൻ്റെ വിശകലനത്തിൽ ചക്രവർത്തി വരേണ്യ ചരിത്രരചനയുടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ദേശീയവാദത്തെക്കുറിച്ചുള്ള ചരിത്രരചന ഇതുവരെയും വരേണ്യവാദത്തിൻ്റെ ആധിപത്യമാണ് കാണാൻ സാധിക്കുന്നതെന്നും അധിനിവേശ വരേണ്യവാദത്തിൻ്റെയും ബൂർഷ്വാ ദേശീയ വരേണ്യവാദത്തിൻ്റെയും അപ്രമാദിത്വത്തെ മറികടക്കുകയാണ് കീഴാള ചരിത്രരചനയുടെ ലക്ഷ്യമെന്നും ദീപേഷ് ചക്രവർത്തി വിശദമാക്കി. സാമ്പ്രദായിക ആഖ്യാനങ്ങളെ വെല്ലുവിളിക്കുന്നതിലും സബാൾട്ടൺ ചരിത്രങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും സങ്കീർണതകളെയും മൂല്യങ്ങളെയും വെളിച്ചത്തിൽ കൊണ്ടുവരുന്നതിലും അദ്ദേഹത്തിൻ്റെ കൃതികൾ നിർണായകമാണ്. നാലാമതായി ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനെ പറ്റിയാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് സബാൾട്ടണിറ്റി എന്ന ആശയത്തെക്കുറിച്ചുള്ള വിമർശനാത്മക പ്രവർത്തനത്തിന് പേരുകേട്ട ഒരു പ്രമുഖ പോസ്റ്റ് കൊളോണിയൽ സൈദ്ധാന്തികയാണ്. സമൂഹത്തിൻ്റെ അരികിൽ നിലകൊള്ളുന്നവരും കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളുടെ പാശ്ചാത്യരും വരേണ്യ വർഗങ്ങൾ ഉൾപ്പെടെയുള്ള ആധിപത്യ വ്യവഹാരങ്ങളാൽ നിശബ്ദമാക്കപ്പെടുകയോ തെറ്റായി ചിത്രീകരിക്കപ്പെടുകയോ ചെയ്യുന്നവരെയാണ് സ്പിവാക്ക് സബാൾട്ടൺ എന്ന് നിർവചിക്കുന്നത്. അധികാരത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെ ശൃംഖലകളിൽ നിന്നാണ് വ്യവസ്ഥാപിതമായി ഒഴിവാക്കപ്പെട്ട അവസ്ഥയാണ് സബാൾട്ടേണിക്ക് ഉള്ളത്. അവരുടെ ശബ്ദം മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് അധികാരത്തിലുള്ളവരുടെ കടന്നുകയറ്റത്തിൽ സ്വയം പ്രതിരോധിക്കാൻ സാധിക്കാത്തതായിത്തീരുന്നു. കീഴാള വർഗം ഉൾപ്പെട്ടിരിക്കുന്ന ചരിത്രപരവും സാംസ്കാരികവുമായ സങ്കീർണതകൾ മനസ്സിലാക്കാതെയുള്ള പാശ്ചാത്യ ബുദ്ധിജീവികളെ സബാൾട്ടണിറ്റി പറ്റിയുള്ള സംസാരിക്കാനുള്ള ശ്രമങ്ങളെ സ്പിവാക്ക് വിമർശിക്കുന്നു. കീഴാള ശബ്ദങ്ങളെ പാർശ്വവൽക്കരിക്കുന്നത് തുടരുന്ന അടിച്ചമർത്തലിൻ്റെ ഘടനകളെ അഭിസംബോധന ചെയ്യാൻ മുതിരാതെ അതിന് പകരം കീഴാളർക്ക് ഒരു വേദി നൽകിയാൽ മതിയെന്ന് കരുതുന്ന പോസ്റ്റ് കൊളോണിയൽ പണ്ഡിതന്മാരെ സ്പിവാക്ക് വെല്ലുവിളിക്കുന്നു. കൊളോണിയലിസത്തിലായാലും പുരുഷാധിപത്യത്തിലായാലും ഇരട്ടിയായി പാർശ്വവൽക്കരിക്കപ്പെട്ട കീഴാള സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് സ്പിവാക്ക് പ്രത്യേകം ശ്രദ്ധാലുവാണ്. സബാൾട്ടൺ ക്യാൻ സ്പീക്ക് എന്ന് അറിയപ്പെടുന്ന രചനയിൽ സ്പിവാക്ക് കൊളോണിയൽ തദ്ദേശീയ പുരുഷാധിപത്യം കീഴാളരായ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും അവരുടെ സ്വത്വത്തെ അദൃശ്യമാക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ചിത്രീകരിക്കാൻ സതി ആചരണത്തെ ഉദാഹരിക്കുന്നു. സബാൾട്ടണിനെക്കുറിച്ചുള്ള അവശ്യവാദ ധാരണകളെ സ്പിവാക്ക് എതിർക്കുന്നു. സബാൾട്ടൺ എന്നത് എളുപ്പത്തിൽ വർഗീകരിക്കാവുന്ന ഒരു ഏകീകൃത ഗ്രൂപ്പ് അല്ലെന്ന് സ്പിവാക്ക് ഉറപ്പിച്ചു പറയുന്നു. സ്പിവാക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാദങ്ങളിലൊന്ന് കീഴാളർക്ക്, പ്രത്യേകിച്ച് കീഴാള സ്ത്രീകൾക്ക് അവരുടെ ശബ്ദം അവതരിപ്പിക്കാൻ ഒരുപക്ഷെ അവസരം ലഭിച്ചാൽ തന്നെ അധികാരത്തിലുള്ളവർക്ക് അർത്ഥവത്തായ രീതിയിൽ അവ കേൾക്കാൻ കഴിയില്ല എന്നതാണ്. ആ അർത്ഥത്തിലാണ് സ്പിവാക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന പ്രയോഗം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ സ്പിവാക്ക് അർത്ഥമാക്കുന്നത് കീഴാളർ സ്വയം വ്യക്തമാക്കുമ്പോൾ പോലും അവരുടെ ശബ്ദങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ ആധിപത്യ ആഖ്യാനങ്ങളിലൂടെ ക്രമീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിലവിലുള്ള അധികാര ഘടനകൾക്ക് അനുയോജ്യമാക്കാൻ തക്കവിധം വികലമാക്കപ്പെടുകയോ ചെയ്യുന്നു എന്നാണ്. സ്പിവാക്കിൻ്റെ സബാൾട്ടേണിറ്റിനെ പറ്റിയുള്ള ചിന്തകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ പ്രതികരിക്കുന്നതിലെ അന്തർലീനമായ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നു. ഒപ്പം ആർക്കുവേണ്ടി ഏത് സാഹചര്യത്തിലാണ് സംസാരിക്കുന്നതെന്ന് വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്യുന്നു.
അപ്പോൾ ഈ കീഴാള പഠനങ്ങളിൽ 4 സൈദ്ധാന്തികരെ പറ്റിയാണ് സംസാരിച്ചത്. 1 രണജിത് ഗുഹ, 2 ഷാഹിദ് അമീൻ, 3 ദീപേഷ് ചക്രവർത്തി, 4 ഗായത്രി ചക്രവർത്തി സ്പിവാക്. അതിൽ ഷാഹിദ് അമീൻ്റെ പ്രമുഖമായ രചനകൾ ഇവൻ്റ്, മെറ്റാഫോർ, മെമ്മറി, ചൗരി ചൗര. ദീപേഷ് ചക്രവർത്തിയാണെങ്കിൽ പ്രൊവിൻഷ്യലൈസിങ് യൂറോപ്പ് എന്നാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്കിൻ്റെ ആണെങ്കിൽ ക്യാൻ സബാൾട്ടണിറ്റി സ്പീക്ക് എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. ഇനി ഇവരെല്ലാവരും തന്നെ സബാൾട്ടൺ സ്റ്റഡീസ് റൈറ്റിംഗ് ഓൺ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി എന്ന തലക്കെട്ടിലുള്ള പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നവരാണ്.